നമസ്കാരം, ഗഫൂർ പുത്തൂരാണ്. പല ആളുകളും പല സമയങ്ങളിലായിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ആണ്, ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിലും വീടാണെങ്കിലും ഇതിൻ്റെ ഒക്കെ തന്നെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനും മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള വയറിംഗ് ചെയ്യാനും സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാനിംഗ് ആണ്. ഒരു MEP എഞ്ചിനീയർ ഒന്നും പ്ലാനിങ്ങിന് വേണം എന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട വീടിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് എവിടേക്ക് പോയിന്റ്സുകൾ വേണം എന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതങ്ങ് വരച്ച് വയ്ക്കും. ഇതെങ്ങനെ വരയ്ക്കാം, വരയ്ക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം ബഡ്ജറ്റിംഗ് ആണ്. എല്ലാവർക്കും ഫെയിലിയർ ആവുന്നത് ബഡ്ജറ്റിങ്ങിലാണ്. അവസാനം വീട് വർക്കൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ഫിനാൻസ് തന്നെയാണ്. ഫിനാൻസ് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് മാത്രമേ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പാടും. പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ മേലെ നമുക്ക് ചെലവാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പം അത് കുറയ്ക്കാൻ, കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ബഡ്ജറ്റിങ്ങിൽ ഉൾപ്പെടുത്താമെന്നും അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യാന്നുള്ളത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. കാര്യം നമ്മുടെ അയൽവാസികളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ടാവും. ഇതൊന്നും നമ്മുടെ ക്വാളിറ്റിയുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു മാനദണ്ഡമല്ല. പകരം കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുമ്പം പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിനുള്ള ഒരു അവയർനെസ്സും എഡ്യൂക്കേഷനൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യേണ്ടത്. കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. മേജറായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാവുന്നതാണ്. പ്ലാനിങ്ങും ഡ്രോയിങ്ങും കോൺട്രാക്ടർ സെലക്ഷനും കഴിഞ്ഞ മർമ്മപ്രധാനമായ 4ാമത്തെ പോയിന്റാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനുള്ളത്. മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ കോസ്റ്റ് കൂടാനുള്ളൊരു ഭാഗമാണ് മെറ്റീരിയൽ സെലക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഭാഗമാണ് മെറ്റീരിയൽ. ഇവിടെയൊക്കെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നും ഏതൊക്കെ പ്രൊഡക്റ്റുകൾ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ പോലുള്ള നൂതന സംവിധാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്താണോ, അതല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ബഡ്ജറ്റ് എന്താണോ, ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന പണക്കാരനുള്ളതല്ല ഓട്ടോമേഷൻ. നമ്മുടെ പാവപ്പെട്ടവർ പോലും ഈ ഓട്ടോമേഷൻ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ്, ഗഫൂർ പുത്തൂർ.